എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുകയാണ്. 1972 മുതൽ ഈ ദിനം ആചരിച്ചു വരുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഫ്ലോറോ കാർബണുകൾ എന്നീ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ ദിനേന എന്നോണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നു. തന്മൂലം ആഗോളതാപനം വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഇതിന് പരിഹാരമായി സസ്യങ്ങളും മരങ്ങളും നട്ടുപിടിപ്പിക്കുക, വനങ്ങളും കാടുകളും സംരക്ഷിക്കുക, അവ വിസ്തൃതമാക്കുക, അതിലൂടെ ആഗോള പരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ഉദ്ദേശം. വിശുദ്ധ ഖുർആനിലും നബിവചനങ്ങളിലൊക്കെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂറത്തുൽ അറാഫ് 56-ാം സൂക്തത്തിൽ പറയുന്നുണ്ട്. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഈ ഭൂമിയിൽ അതിൻ്റെ സംസ്കരണവും സംരക്ഷണവും ഒക്കെ കഴിഞ്ഞിരിക്കെ അതിൽ നിങ്ങൾ നാശമുണ്ടാക്കരുത്, അതിനെ നശിപ്പിക്കരുത്. വൈദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ വലാകിൻ ലാ യശ്ഉറൂൻ. സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ഭൂമിയെ നിങ്ങൾ നശിപ്പിക്കരുത്, ഭൂമിയിൽ നാശമുണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയണത് എന്താണ്? ഞങ്ങൾ പുരോഗതിയും വികസനവും ജനനന്മയും മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ നാശം വിതക്കുകയാണ്, അവർ നാശം വിതക്കുന്ന ആളുകളാണ്. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, മൻ ഖതഅ സിദ്റത്തൻ സവ്വബല്ലാഹു റഅസഹു ഫിന്നാർ. ഒരു ചെടി, അതായത് മരുഭൂമിയിൽ ഒരു അപൂർവ്വന ചെടിയാണ് സിദ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ സസ്യത്തെ ഒരാൾ പിഴുതെടുക്കുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ തലയെ നരകത്തിന് നേർക്ക് തിരിച്ചു നിർത്തും നാളെ പരലോകത്ത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയും ഇസ്ലാം വെച്ച് പുലർത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വൈദാ തവല്ല സആഫിൽ അർളി ലിയുഹ്ലിക്കൽ ഹർഥ വന്നസ്ൽ. അപ്പോൾ ഈ അത്തരം നാശകാരികൾക്കൊക്കെ അധികാരം കിട്ടുകയാണെങ്കിൽ അവർ ഭൂമിയിലെ കാർഷികോൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ കൃഷി സമ്പത്തും അതുപോലെ മനുഷ്യ തലമുറകളെയും ഒക്കെ നശിപ്പിക്കാനാണ് അവർ ശ്രമിക്കുക. അപ്പോൾ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കണമെങ്കിൽ ദൈവബോധമുള്ള, പ്രകൃതിയെ സ്നേഹിക്കുന്ന വിശ്വാസികൾക്ക് മാത്രമേ അതിന് കഴിയൂ. അവിശ്വാസികളും ദൈവധിക്കാരികളും പ്രകൃതിയെ കടന്നാക്രമിക്കുകയും ചൂഷണം ചെയ്യുകയും പരിസ്ഥിതി സന്തുലിതത്വം താറുമാറാക്കുകയും ചെയ്യും. ലോകത്ത് 3000 ദശലക്ഷം ഏക്കർ കൃഷിഭൂമി കൃഷിക്ക് ഉപയുക്തമല്ലാതായി മാറിയിട്ടുണ്ട്. ദിനംപ്രതി 7500 ഏക്കറോളം വനം നശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു. തന്മൂലം വെള്ളം, വായു, അതായത് ശുദ്ധവായു എന്നിവയുടെ ദൗർലഭ്യം ഇല്ലാതാകുന്നതോടൊപ്പം തന്നെ ഒട്ടേറെ ജീവജാലങ്ങൾക്ക് വംശനാശവും സംഭവിക്കുന്നു. ജലമലിനീകരണം, അതുപോലെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അതിവൃഷ്ടി, വരൾച്ച, ഭൂമി കുലുക്കം തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഒരു കാലത്ത് ആഫ്രിക്കൻ വനങ്ങളിൽ ജീവിച്ചിരുന്ന ഏഡിസ് കൊതുകുകൾ വനനശീകരണത്തോടു കൂടി നാട്ടിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെയാണ് ഈ എലിപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിക, ജപ്പാൻ പനി, കൊറോണ വൈറസ് എന്നിവയുടെയൊക്കെ ഉത്ഭവം. ഇതൊക്കെ തന്നെ പലതരം മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ അതുപോലെ പല ഫാക്ടറികളുടെയും രാസമാലിന്യങ്ങൾ പുഴയിലേക്കും കായലിലേക്കും ഒക്കെ ഒഴുക്കി വിടുന്നത് മൂലം ശുദ്ധജലം വിഷമയമാകുന്നു, അവയിലുള്ള മത്സ്യസമ്പത്ത് നശിച്ചു പോകുന്നു. അപ്പോൾ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രകൃതി ദുരന്തങ്ങളാണ് മനുഷ്യനിവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പറഞ്ഞത് വളരെ വാസ്തവമാണ്. സൂറത്തുൽ റൂമിൽ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് കരയിലും കടലിലും വിനാശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ദുശ്ചെയ്തികളുടെ ഫലം അവർ അറിയേണ്ടതിന് ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ ശിക്ഷ അവരനുഭവിക്കേണ്ടി വരും. അവരവരുടെ ചെയ്തികളിൽ നിന്ന് മടങ്ങാൻ വേണ്ടിയാണത്.
അതായത് നേരത്തെ പറഞ്ഞ പോലെ പല പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ രൂപത്തിലായിരിക്കും ആ ശിക്ഷ, അതായത് അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. ഇസ്ലാമിക ചരിത്രത്തിൽ ഖലീഫമാരും അതുപോലെ മുസ്ലിം ഭരണകർത്താക്കളൊക്കെ തന്നെ നഗര ശുചീകരണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അബൂ മൂസൽ അശ്അരി അദ്ദേഹത്തെ ഇറാഖിലെ ബസറയിലേക്ക് ഗവർണറായിട്ട് നിയമിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു ഖുതുബയിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഖലീഫ എന്നെ അയച്ചിട്ടുള്ളത് ഈ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നിങ്ങളെ പഠിപ്പിക്കുവാനും നിങ്ങളുടെ പ്രവാചകൻ്റെ ജീവിതചര്യ പരിശീലിപ്പിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ റോഡുകളും വഴിയോരങ്ങളൊക്കെ ശുചിയാക്കി സൂക്ഷിക്കുവാനും വേണ്ടിയാണ്. ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ധാരാളം ഹദീസുകളും അതുപോലെ ഖുർആൻ ആയത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ പറഞ്ഞാൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്. ഈ സത്യവിശ്വാസത്തിന് 70 ചില്ലുവാനും ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും അതിൻ്റെ അങ്ങേയറ്റത്തെ അവസാനം വരുന്നത് വഴിയോരങ്ങളിലെ മാലിന്യ സംസ്കരണം ആണ്. അതായത് സത്യവിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ് മാലിന്യ സംസ്കരണം എന്നാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിജാലങ്ങളെയും ആദരിക്കുവാനും സ്നേഹിക്കുവാനും നന്നായി പരിപാലിക്കുവാനും പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. ഉഹദ് മലയെ നോക്കിക്കൊണ്ട്, മക്കയിലെ ഒരു പ്രസിദ്ധമായ മലയാണല്ലോ ഉഹദ് മല, ഉഹദ് യുദ്ധമൊക്കെ നടന്ന അവിടെയാണല്ലോ. അപ്പോൾ ആ മലയെ നോക്കിക്കൊണ്ട് വിശ്വാസനം പറഞ്ഞു, ഹാദാ ജബലുൻ യുഹിബ്ബുന വ നുഹിബ്ബുഹു. ഈ പർവ്വതം നമ്മെയും നാം ഇതിനെയും സ്നേഹിക്കുന്നു. അഥവാ മലകളെപ്പോലും നാം സ്നേഹിക്കണം, സംരക്ഷിക്കണം എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ പരിസ്ഥിതിക്കും പ്രകൃതിക്കുമെതിരെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അവൻ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പാകെ ഉത്തരം പറയേണ്ടി വരും എന്ന് മാത്രമല്ല, ഭൂമി അവനെതിരിൽ സാക്ഷിയായി അള്ളാഹുവിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യുമെന്ന് ഖുർആൻ താക്കീത് നൽകുന്നുണ്ട്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.